ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫുകളുടെ യൂണിയനും ഇൻ്റർസെക്ഷനുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം യൂണിയൻ എന്താണെന്ന് നോക്കാം. ഗ്രാഫ് ജിയുടെ രണ്ട് സബ് ഗ്രാഫുകളാണ് G1 G2 എന്ന് വിചാരിക്കുക. ദെൻ അവരുടെ യൂണിയൻ G1 യൂണിയൻ G2 അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ഗ്രാഫ് ജിയുടെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കുക ഒന്നുകിൽ G1ൻ്റെ വെർട്ടെക്സ് സെറ്റിലോ അതല്ലെങ്കിൽ G2ൻ്റെ വെർട്ടെക്സ് സെറ്റിലോ അതല്ലെങ്കിൽ രണ്ടിലോ വരുന്ന എല്ലാ വെർട്ടിസസുകളും G1 യൂണിയൻ G2ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ രണ്ട് സെറ്റുകളുടെ യൂണിയൻ പറയുന്ന പോലെ തന്നെ എയും ബിയും രണ്ട് സെറ്റാണെന്ന് വിചാരിക്കുക. ദെൻ അവരുടെ യൂണിയൻ എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കുക ഒന്നുകിൽ എയിലോ അതല്ലെങ്കിൽ ബിയിലോ അതല്ലെങ്കിൽ രണ്ടിലുമുള്ള എല്ലാ എലിമെൻസും എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ G1 യൂണിയൻ G2 അത് ഗ്രാഫ് ജിയുടെ ഒരു സബ് ഗ്രാഫ്. അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് അതാണ് V ഓഫ് G1 യൂണിയൻ G2. അതിലുണ്ടായിരിക്കുക ഒന്നുകിൽ G1ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ അതല്ലെങ്കിൽ G2ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ അതല്ലെങ്കിൽ രണ്ടിലുമുള്ള രണ്ടിലും വരുന്ന എല്ലാ വെർട്ടിസസുകളുമാണ് G1 യൂണിയൻ G2ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കുക. സിംബോളിക്കലി V ഓഫ് G1 യൂണിയൻ G2 ഈക്വൽ ടു V ഓഫ് G1 യൂണിയൻ V ഓഫ് G2. ഇതേപോലെ തന്നെ G1 യൂണിയൻ G2ൻ്റെ എഡ്ജ് സെറ്റിൽ ഉണ്ടായിരിക്കുക ഒന്നുകിൽ G1ൻ്റെ എഡ്ജ് സെറ്റിൽ അതല്ലെങ്കിൽ G2ൻ്റെ എഡ്ജ് സെറ്റിൽ അതല്ലെങ്കിൽ രണ്ടിലുമുള്ള എല്ലാ എഡ്ജസും G1 യൂണിയൻ G2ൻ്റെ എഡ്ജ് സെറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ യൂണിയൻ പറയുന്ന പോലെ തന്നെയാണ് രണ്ട് സബ് ഗ്രാഫുകളുടെ യൂണിയൻ. നമുക്ക് എക്സാമ്പിളിൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ട് സബ് ഗ്രാഫുകളുടെ ഇൻ്റർസെക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ട് സബ് ഗ്രാഫുകളുടെ ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. എന്നുകിൽ മാത്രമാണ് നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ റീസൺ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് G1 ഇൻ്റർസെക്ഷൻ G2 എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ഗ്രാഫ് ജിയുടെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കുക G1ൻ്റെ വെർട്ടെക്സ് സെറ്റിലും G2ൻ്റെ വെർട്ടെക്സ് സെറ്റിലും രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ വെർട്ടിസസുകളും G1 ഇൻ്റർസെക്ഷൻ G2ൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കും. നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഡിഫൈൻ ചെയ്യുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലിമെൻറ്റ്സ്. അതേപോലെ തന്നെ ഇവിടെ V ഓഫ് G1ലും V ഓഫ് G2ലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ വെർട്ടിസസുകളും, അതായത് രണ്ട് സബ് ഗ്രാഫിലും ഉണ്ടാവണം. അങ്ങനെയുള്ള വെർട്ടിസസുകൾ മാത്രമാണ് G1 ഇൻ്റർസെക്ഷൻ G2ലും ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് വെർട്ടെക്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക. സോ V ഓഫ് G1 ഇൻ്റർസെക്ഷൻ V ഓഫ് G2 എന്നുള്ളത് എംപ്റ്റി സെറ്റ് വരും. അപ്പോൾ നമുക്കറിയാം ഗ്രാഫിൻ്റെ ഡെഫിനിഷനിൽ ഗ്രാഫ് ആവണമെങ്കിൽ മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഗ്രാഫ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും കോമൺ ആയിട്ടുണ്ടെങ്കിലാണ് ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടാവുക G1ൻ്റെ വെർട്ടെക്സ് സെറ്റിലും G2ൻ്റെ വെർട്ടെക്സ് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ വെർട്ടിസസുകളും. എഡ്ജ് സെറ്റിൽ ഉണ്ടായിരിക്കുക G1ൻ്റെ എഡ്ജ് സെറ്റിലും G2ൻ്റെ എഡ്ജ് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എല്ലാ എഡ്ജസും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് ഗ്രാഫ് G. ലെറ്റ് U ഈക്വൽ ടു സെറ്റ് V2 V3 V5 and F equal to set E1 E3 E5 E7 and E9. Draw G of U union G of F and G of U intersection G of F. ഇവിടെ ഒരു ഗ്രാഫ് G തന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ പ്രീവിയസ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിൻ്റെ സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യം കൂടി അറിയണം. ഇവിടെ ഗ്രാഫ് ജിയുടെ ഒരു വെർട്ടെക്സ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. അതേപോലെ എഡ്ജ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് തന്നിട്ടുണ്ട്. അവർ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫാണ് G ഓഫ് U. അതേപോലെ F ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫാണ് G ഓഫ് F. അപ്പോൾ അതെന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ആദ്യം നമുക്ക് G ഓഫ് Uവും G ഓഫ് Fഉം കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് അവരുടെ യൂണിയനും ഇൻ്റർസെക്ഷനും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫിൻ്റെ സെക്ഷനും കൂടി നമുക്കറിയണം. അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. G ഓഫ് യുവിൽ ആദ്യം നമുക്ക് G ഓഫ് U വരയ്ക്കാം. G ഓഫ് യുവിൻ്റെ വെർട്ടെക്സ് സെറ്റിലെ V2 V3 V5. സോ G ഓഫ് U അത് ജിയുടെ ഒരു സബ് ഗ്രാഫാണ്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ ഈ പറഞ്ഞ V2 V3 ആൻഡ് V5. ഇനി അതിൻ്റെ എഡ്ജ് സെറ്റിൽ ഉണ്ടായിരിക്കുക രണ്ട് എൻഡ് പോയിൻറ്റ്സും യുവിൽ വരുന്ന രീതിയിൽ ജിയിൽ ഏതൊക്കെ എഡ്ജസ് ഉണ്ടോ
അവർ മാത്രമാണ് ജി ഓഫ് യുവിൽ ഉണ്ടായിരിക്കുക. ഇവിടെ നോക്കാം, E1ൻ്റെ ഒരു എൻ പോയിന്റ് V2 ആണ്, പക്ഷേ മറ്റേ എൻ പോയിന്റ് V1 ആണ്, അത് യുവിലില്ല. അപ്പോൾ E1 വരയ്ക്കാൻ സാധിക്കില്ല. ഇതേപോലെ തന്നെ E2ൻ്റെയും E3ൻ്റെയും E4ൻ്റെയും ഒരു എൻ പോയിന്റ് V1 വരുന്നത് കൊണ്ടും V1 ഇതിലില്ലാത്തത് കൊണ്ടും ആ എഡ്ജസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. ഇനി E5ലേക്ക് വരുമ്പോൾ അതിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും V2 V5 ആണ്, അത് യുവിലുള്ളത് കൊണ്ട് E5 നമുക്ക് വരയ്ക്കാം. E6 ലൂപ്പാണ്, അതിൻ്റെ എൻ പോയിൻ്റ് ആയിട്ടുള്ളത് V2 ആണ്, അതിവിടെ ഉണ്ട്. അപ്പോൾ E6ഉം ഈ ഗ്രാഫിലുണ്ട്. ദെൻ ഇത് രണ്ടിലും എഡ്ജസ് ആയിട്ട് വരുന്നത് രണ്ട് എൻ പോയിൻറ്റ്സും യുവിൽ വരുന്ന രീതിയിൽ നമുക്ക് ഇനി ബാക്കിയുള്ളത് E7ഉം E8ഉം ആണ്. അത് V3ഉം V5 ആണ് അവരുടെ എൻ പോയിൻറ്റ്സ്. സോ E7ഉം E8ഉം. ഇനി E9 വരയ്ക്കാൻ പറ്റില്ല, കാരണം V4 ഇല്ല യുവിൽ. അതേപോലെ E10ഉം വരയ്ക്കാൻ പറ്റില്ല. E11 വരയ്ക്കാൻ സാധിക്കില്ല, കാരണം V6 ഇല്ല. സോ ഇതാണ് G ഓഫ് യു. ഇനി ഇതേപോലെ G ഓഫ് എഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കുക ഇവിടെയുള്ള എഡ്ജസ് ആണ് ആ ഗ്രാഫിൽ ഉണ്ടാവേണ്ടത്, ആ സബ് ഗ്രാഫിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ നമുക്കറിയാം എഡ്ജസ് വരയ്ക്കണമെങ്കിൽ അവരുടെ എൻ പോയിൻ്റ് ആയിട്ടുള്ള വെർട്ടിസസുകളും ഉണ്ടായിരിക്കണം. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ആരാ ഉണ്ടാവുക നോക്കാം. E1 വരയ്ക്കണമെങ്കിൽ V1ഉം V2ഉം ആവശ്യമുള്ളത് കൊണ്ട് V1ഉം V2ഉം G ഓഫ് എഫിലുണ്ട്. ഇനി E3യുടെ എൻ പോയിൻ്റ് ആയിട്ട് V1ഉം V3 ആണ്. സോ V3 വരുന്നത് കൊണ്ട് V3 നമുക്ക് ആവശ്യം വരും, അതിവിടെ എന്തായാലും വേണം. E5ൻ്റെ എൻ പോയിൻ്റ് ആയിട്ട് V5 വരുന്നത് കൊണ്ട് V5ഉം ഉണ്ട്. E7ൻ്റെ എൻ പോയിൻറ്റ്സ് V3ഉം V5ഉം അത് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. E9ൻ്റെ എൻ പോയിൻ്റ് ആയിട്ട് V4 വരുന്നത് കൊണ്ട് നമുക്ക് V4ഉം കൂടി ഇവിടെ ആവശ്യമുണ്ട്. സോ ഇതാണ് G ഓഫ് എഫിൻ്റെ വെർട്ടെക്സ് സെറ്റ്. ദെൻ എഡ്ജസ് ഇത് തന്നെ, E1, ദെൻ E3, E5, E7 and E9. അപ്പോൾ ഇതാണ് G ഓഫ് എഫ്. അതേപോലെ G ഓഫ് യുവും. ഇത് രണ്ടും ഗ്രാഫ് ജിയുടെ രണ്ട് സബ് ഗ്രാഫുകളാണ്. ഇനി നമുക്ക് ഇവരുടെ വെർട്ടെക്സ് സെറ്റ് ഒന്ന് എഴുതാം. V ഓഫ് G ഓഫ് യു ഇതിലുണ്ടായിരിക്കുന്നത് V2, V3 ആൻഡ് V5. ഇതിൻ്റെ എഡ്ജ് സെറ്റിൽ G ഓഫ് യുവിൻ്റെ എഡ്ജ് സെറ്റിലുള്ളത് E5, E6, E7, E8. ഇവിടെ G ഓഫ് എഫിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ V1, V2, V3, V4, V5. അതിൻ്റെ എഡ്ജ് സെറ്റിലുള്ളത് E1, E3, E5, E7, E9. ഇനി നമുക്ക് ഇവരുടെ യൂണിയൻ ആദ്യം നോക്കാം. G ഓഫ് യു യൂണിയൻ G ഓഫ് എഫ്, ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ V ഓഫ് G ഓഫ് യു യൂണിയൻ G ഓഫ് എഫിൽ ഉണ്ടായിരിക്കുക. G ഓഫ് യുവിൻ്റെ വെർട്ടെക്സ് സെറ്റിലോ G ഓഫ് എഫിൻ്റെ വെർട്ടെക്സ് സെറ്റിലോ ഏതെങ്കിലും ഒന്നിലുണ്ടായാൽ മതി, അങ്ങനെയുള്ള എല്ലാ വെർട്ടിസസുകളും. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടായിരിക്കുന്നത് V1, V2, V3, V4, V5. ഇത് മൂന്നും അല്ല, V2, V3, V5ഉം G ഓഫ് യുവിലുണ്ട്. V1 മുതൽ V5 വരെയുള്ള എല്ലാ വെർട്ടിസസും G ഓഫ് എഫിലുണ്ട്. സോ അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് G ഓഫ് എഫിൻ്റെ വെർട്ടെക്സ് സെറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എഡ്ജ് സെറ്റിൽ G ഓഫ് യു യൂണിയൻ G ഓഫ് എഫിൻ്റെ എഡ്ജ് സെറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക എന്ന് നോക്കാം. E1 ഇവിടെ ഉണ്ട്, പിന്നെ E2 രണ്ടിലും വരുന്നില്ല. E3 ഇവിടെ ഉണ്ട്. E5 രണ്ടിലും വരുന്നുണ്ട്, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, സാധാരണ യൂണിയൻ പോലെ തന്നെ. ദെൻ E6 ഉണ്ട്, E7 ഉണ്ട്, E8 വരുന്നുണ്ട്, E9 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും എഡ്ജസ് ആണ് നമ്മുടെ ഗ്രാഫിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ G ഓഫ് യു യൂണിയൻ G ഓഫ് എഫ് ആണ് വരയ്ക്കാൻ പോകുന്നത്. V1, V2, V3, V4 ആൻഡ് V5 നെയിം ചെയ്യുന്നു. V2, V3, V4,
V5. ദെൻ E1 എന്നുള്ള എഡ്ജ് ഉണ്ട്. E3 V1ൽ നിന്നും V3യിലേക്ക് E3. ദെൻ E5 V2ൽ നിന്നും V5യിലേക്ക്. E6 ലൂപ്പാണ്, അതിവിടെ വരച്ചു. E6 E7ഉം E8ഉം പാരലൽ എഡ്ജസ് ആണ്. V3യിൽ നിന്നും V5യിലേക്ക് E7ഉം E8ഉം. ഇനി V3യിൽ നിന്നും V4യിലേക്ക് E9. അപ്പോൾ ഇത്രയും എഡ്ജസ് ആണ് ഈ ഗ്രാഫിൽ ഉണ്ടായിരിക്കുന്നത്. G ഓഫ് U യൂണിയൻ G ഓഫ് F ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ നോക്കാം. ആദ്യം ഇൻ്റർസെക്ഷൻ ഡിഫൈൻഡ് ആവണമെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇവിടെ V3 കോമൺ ആയിട്ട് വരുന്നുണ്ട്, V5ഉം കോമൺ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് പിന്നെ കോമൺ ആയിട്ട് V2 വരുന്നുണ്ട്. V2 V3 V5 ഇത്രയും വെർട്ടിസസ് കോമൺ ആയിട്ടുണ്ട്. സോ ഇൻ്റർസെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ അടുത്തതായിട്ട് G ഓഫ് U ഇൻ്റർസെക്ഷൻ G ഓഫ് F. അപ്പോൾ ആദ്യം അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് V ഓഫ് G ഓഫ് U ഇൻ്റർസെക്ഷൻ G ഓഫ് F. രണ്ടിൻ്റെയും വെർട്ടെക്സ് സെറ്റിൽ കോമൺ ആയിട്ട് വരുന്നത് നേരത്തെ പറഞ്ഞു V2 V3 ആൻഡ് V5. ഇനി കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ്, രണ്ടിൻ്റെയും എഡ്ജ് സെറ്റിൽ കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് ഏതൊക്കെയുണ്ടോ അതൊക്കെയും ഈ ഇൻ്റർസെക്ഷനിൽ ഉണ്ടായിരിക്കും. നമുക്ക് എഡ്ജ് സെറ്റിലേക്ക് നോക്കാം. E5 കോമൺ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ E3 രണ്ടിലും ഇല്ല, E6 വരുന്നില്ല, E7 രണ്ടിലും ഉണ്ട്, പിന്നെ E8ഉം E9ഉം ഓരോന്നിലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ആകെ രണ്ട് എഡ്ജസേ ഉള്ളൂ, E5ഉം E7ഉം. സോ E5 ആൻഡ് E7 ഇത്രയും എഡ്ജസ് മാത്രമാണ് ഇവരുടെ ഇൻ്റർസെക്ഷനിലുള്ളത്. ഇനി നമുക്ക് ഇൻ്റർസെക്ഷൻ വരയ്ക്കാം. 3 വെർട്ടിസസ് ആണ് ഉള്ളത്, V2 ദെൻ V3 ആൻഡ് V5. ഇത്രയും വെർട്ടിസസ് ആണ് ഇവിടെ ഉള്ളത്. എഡ്ജസ് ആയിട്ട് വരുന്നത് E5 അത് V2ൽ നിന്നും V5യിലേക്ക് E5ഉം, V3യിൽ നിന്ന് V5യിലേക്ക് E7ഉം വരച്ചു. ഇതാണ് G ഓഫ് U ഇൻ്റർസെക്ഷൻ G ഓഫ് F. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫുകളുടെ യൂണിയനും ഇൻ്റർസെക്ഷനും വരയ്ക്കുന്നത്.